ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു JhillMill. ആക്ച്വലി ഞാൻ ഇന്നൊരു ഡ്രീം ക്യാച്ചറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഡ്രീം ക്യാച്ചർ എന്താണെന്നും അതിൻ്റെ പിന്നിലെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡ്രീം ക്യാച്ചേഴ്സിനെ കുറിച്ചും പിന്നെ കൂട്ടത്തിൽ ഞാൻ ചെയ്തെടുത്ത കുറച്ച് ഡിഫറെൻറ്റ് ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ പിക്ചേഴ്സും ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ ഉത്ഭവം നേറ്റീവ് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ പല നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും കാണാറുണ്ട്. എങ്കിൽ ഈ ഡ്രീം ക്യാച്ചർ നമ്മൾ ഉറങ്ങുന്ന റൂമിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചീത്ത സ്വപ്നങ്ങളെ ഇല്ലാതാക്കുകയും നല്ല സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. മെയിനായിട്ട് ഡ്രീം ക്യാച്ചറിന് 4 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റായിട്ടൊരു റിംഗ് ആണ്. ഈ റിങ് സൂചിപ്പിക്കുന്നത് സർക്കിൾ ഓഫ് ലൈഫ് എന്നാണ്. ഒരു സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബിഗിനിങ്ങോ എൻഡിങ്ങോ ഇല്ല. നമ്മുടെ വെഡ്ഡിങ് റിങ്ങിൻ്റെ കൺസെപ്റ്റും ഇതൊക്കെ തന്നെയാണ്. ഇനി അടുത്തതായിട്ടൊരു വെബാണ്. ചിലന്തിവലയെ സൂചിപ്പിക്കുന്ന ഈ വെബ് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ചീത്ത സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തതായിട്ട് കുറച്ച് മുത്തുകളാണ്. ഈ ഡ്രീം ക്യാച്ചർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുത്തുകൾ അവിടെ ഇവിടെയും കോർത്തു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചിലന്തിയെ, ഈ ചിലന്തിവല നെയ്യുന്ന ചിലന്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അവസാന ഭാഗം ഈ ഹാങ് ചെയ്തിരിക്കുന്ന തൂവലുകളാണ്. ചിലന്തി വലകൾ ചീത്ത സ്വപ്നങ്ങൾ തടഞ്ഞു നിർത്തുകയും നല്ല സ്വപ്നങ്ങൾ തൂവലിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ആളിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഈ തടഞ്ഞു നിർത്തുന്ന ചീത്ത സ്വപ്നങ്ങൾ രാവിലത്തെ സൺറേസിൽ എരിഞ്ഞു തീരുമെന്നാണ് അവർ കരുതുന്നത്. ഇത് കൂടുതലും കുട്ടികൾ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവരുറങ്ങുന്ന റൂമിലോ തൊട്ടിലിന് മുകളിലായിട്ടോ ഒക്കെയാണ് ഇത് ഹാങ് ചെയ്തിരുന്നത്. നെഗറ്റീവ് എനർജീസ് ഒക്കെ തടഞ്ഞ് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയും ഈ ഡ്രീം ക്യാച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് വിശ്വാസമെങ്കിലും ഇപ്പോൾ ഡ്രീം ക്യാച്ചേഴ്സ് വളരെ കോമൺ ആയിട്ടുള്ളൊരു റൂം ഡെക്കോറാണ്. വാഹനങ്ങളിലും ഇത് ഹാങ് ചെയ്യാറുണ്ട്. പല കളേഴ്സിലും പല ഡിസൈനുകളിലും ഇപ്പോൾ ഡ്രീം ക്യാച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫെദേഴ്സിന് പകരം കളർഫുൾ റിബൺസ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു ഡ്രീം ക്യാച്ചർ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ചാനലിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. കുറേ പേരൊക്കെ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ ക്രാഫ്റ്റ്സ് ചെയ്തിട്ട് പേഴ്സണലായിട്ട് എനിക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ മെസ്സേജ് ചെയ്ത് തരുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.